ദൈവം ചെയ്ത ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാളിത് പോരാ, നാവിത് പോരാ, ആയുസ്സുമിത് പോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോളൻ കണ്ണുകൾ നിറയും. താങ്ങി നടത്തിയതോർക്കുമ്പോളൻ കണ്ണുകൾ നിറയും. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. പാപിയമെന്നെ നേടുവാനേശു കാൽവരിയിൽ തന്റെ, പാപിയമെന്നെ നേടുവാനേശു കാൽവരിയിൽ തന്റെ ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കാണല്ലോ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ക്രൂശില സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ക്രൂശില സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാവിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിലും എല്ലാ കർത്താവേ ഹല്ലേലൂയ ഈ ഓൺലൈനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും വ്യാപരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വചനത്തെ കേൾക്കുവാൻ കർത്താവെ ഹൃദയക്കണ്ണുകളെ ഗ്രഹിപ്പാൻ ഹൃദയക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ കർത്താവെ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിന്റെ ശക്തി അവൻ ഇന്ന് രാത്രിയിൽ കർത്താവ് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചെല്ലുന്ന ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനകൾക്കും യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. I would like to thank Lord for this beautiful time He's given us. ആമേൻ. നമ്മൾ എഫെസ്യ ലേഖനമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. So we were meditating on the book of Ephesians. ആമേൻ. അത് നമ്മൾ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. So we were meditating on Ephesians chapter 2 verses 14. ആമേൻ. സ്തോത്രം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 2 ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So we meditated that the second chapter is into 2 parts. ആമേൻ. അതിലെ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ യേശു ക്രിസ്തുവിലൂടെ നമ്മളെ ജീവിപ്പിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്.
So we meditated from verses 1 to 10, which said that we were made alive through Jesus Christ. അതിക്രമങ്ങളാലും, ഒന്നാം വചനത്തിൽ നമ്മൾ വായിച്ചത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So we meditated in the first verse, which says, and he made us alive who were dead in trespasses and sins. ആമേൻ, ഹല്ലേലൂയ. അവിടെ ദൈവം ചെയ്ത 3 കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുകയായി. 5-ാം വാക്യത്തിൽ അവൻ നമ്മളെ ജീവിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. 6-ാം വാക്യത്തിൽ നമ്മളെ ഉയർപ്പിച്ചു എന്ന് ചിന്തിച്ചു. നമ്മളെ സ്വർഗ്ഗസ്ഥലത്ത് ഇരുത്തിയ കാര്യവും നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We also meditated on verses 5, which said that he made us alive together with Christ, and verses 6, which says he raised us up together and made us sit together in heavenly places in Christ Jesus. ആമേൻ, സ്തോത്രം. അതിന്റെ 11 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിൽ അവൻ യഹൂദനെയും ജാതികളെയും യേശുക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് നിരപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കും. So from verses 14 to 22, it says of how the Gentiles and Jews were united to the Lord through Christ. ആമേൻ, അവിടെ നമ്മൾ ചിന്തിച്ചു വന്ന ഭാഗത്താണ്, ആമേൻ, സ്തോത്രം, നമ്മൾ ഇങ്ങനെ വായിച്ചത്, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ, 14-ാമത്തെ വചനം, ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്, ആമേൻ, സ്തോത്രം, എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. So we meditated on verses 14, which says, for he himself is our peace, who has made both one and has broken down the middle wall of separation. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പൗലോസ് അവിടെ ന്യായപ്രമാണത്തെ ശത്രുത്വം എന്ന് വിളിക്കാനുള്ള കാരണമെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ അല്പമായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We also meditated a little bit on verse 15, which says that he has abolished in his flesh the enmity, that is the law of commandments. ഹല്ലേലൂയ. ഇന്ന് അതിന്റെ മറ്റൊരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. So today we are going to see another portion regarding this. ആമേൻ. അതിന്റെ ആധാരമായിട്ട് റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം ഒരാൾക്ക്, ആമേൻ, സ്തോത്രം, ശബ്ദമുയർത്തി വായിക്കാം. Can someone read Romans chapter 6 verses 14? അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഹല്ലേലൂയ. അവിടെ പറയുന്ന വചനം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇനി 7-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 7-ാം അധ്യായം അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? 25-ാമത്തെ വചനോടെ വായിച്ച്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണങ്ങളെയും സേവിക്കുന്നു. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ച വചനം വളരെ പ്രധാനപ്പെട്ട 2 വചനങ്ങളാണ് വായിച്ചത്. So we read about 2 verses, that is Romans chapter 6 verses 14. It says, for sin shall not have dominion over you, for you are not under law but under grace. Another verse we read is Romans chapter 7 verses 24 and 25, which says, O blessed man that I am, who will deliver me from this body of death? I thank Lord through Jesus Christ our Lord, so that with the mind I myself serve the law of God, but with flesh the law of sin. ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല അവൻ എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. So Paul is telling us in this verse 14 that sin shall not have dominion over us, because we are not under the law but under the grace. Praise the Lord. Hallelujah. അപ്പോൾ ഇവിടെ പൗലോസ് 6-ന്റെ 1 മുതൽ താപ്പോട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ അമസ്തുതർ യേശു ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്ന സ്നാനത്തെ പറ്റി പൗലോസ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. So from Romans chapter 6 verses 1 onwards, we can see how Paul is talking about us getting joined with Christ through baptism. ഹല്ലേലൂയ. സ്നാനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ വളരെ അതിപ്രധാനമായ ശുശ്രൂഷകളിൽ ഒന്നാണ്. So baptism is one of the most important ministry when it comes in the Bible. യേശുക്രിസ്തു സഭയ്ക്ക് കൊടുത്ത 2 കാർമിക ശുശ്രൂഷകളിൽ ഒന്ന് ഒരിക്കലായി ചെയ്യുന്ന സ്നാനവും മറ്റൊന്ന് നമ്മൾ വേണമെങ്കിൽ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യാവുന്ന കർത്തൃമേശ ശുശ്രൂഷയുമാണ്.
So the two main doctrines which Jesus gave was baptism, and the second one was the sharing of the bread and wine. കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണമെന്നൊരു പ്രമാണം കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് ആദിമ നൂറ്റാണ്ടിലെ പിതാക്കന്മാർ അവർ കൂടി വരുമ്പോഴൊക്കെയും അവർ കത്രിമേശ അല്ലെങ്കിൽ അപ്പം നുറുക്കി പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. So we read in the Bible that whenever they came together, the former fathers of Christianity, they had done the Lord's table. ഇവിടെ പക്ഷെ ഈ സ്നാനം എന്ന് പറയുന്നത് ഭയങ്കരമായ ആത്മീയ അർത്ഥമുള്ള, ഒരുപക്ഷെ സ്നാനപ്പെട്ടവർ പോലും അതിൻ്റെ യഥാർത്ഥമായ മർമ്മം ഗ്രഹിക്കാതെ ഇരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ശരിക്കും പറഞ്ഞാൽ സ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്നാനം എന്ന് പറയുമ്പോൾ ആളുകൾ ഇത്രയധികം എതിർക്കുന്നതിൻ്റെ, വെറുക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം പിശാചിന് ഇത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. So baptism is one of the doctrine which is not clearly understood by most of the people, and this is why most of the people are rebelling against getting baptized, and Satan doesn't want this doctrine to be revealed to these people. പ്രാർത്ഥനയ്ക്ക് പോയെന്ന് പറഞ്ഞ ഒരാളെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടണമെന്ന് നമ്മൾ അത്രയും കണ്ടിട്ടില്ല. So just because one person went for prayer, it doesn't mean that he has to be cast out of his house. പക്ഷെ സ്നാനപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒത്തിരി പേരെ ഭവനങ്ങളിൽ നിന്ന് ഇറക്കി വിട്ട സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. But when a person is baptized, we have heard through many testimonies that that person has been cast out of his house. കാരണം സ്നാനത്തിന്റെ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിപ്രധാനപ്പെട്ടതാണ്. അത് ക്രിസ്തുവിനെ ധരിക്കുന്ന ശുശ്രൂഷയാണ്. Because the spiritual meaning of baptism is that it is a very important thing, because we are adorning or wearing Jesus in our body. പക്ഷെ ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ ആഴത്തിലുള്ള പാപത്തെ ജയിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഇവിടെ പൗലോസ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങളിൽ പാപത്തിന് കർത്തൃത്വം നടത്താൻ കഴിയാത്തൊരു അനുഭവത്തിലാണ് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് പൗലോസ് ഇവിടെ പഠിപ്പിക്കുകയാണ്. So Paul is teaching us in this verse that sin shall not have any other dominion over you. ഇവിടെ ദൈവവചനം പറയുകയാണ്, യേശുക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മൂന്നാം വാക്യം. In verse 3 it says, "Or do you not know that as many of us were baptized into Christ Jesus, were baptized into his death?" അങ്ങനെ നാലാം വാക്യത്തിൽ പറയുകയാണ്, നാം അവന്റെ മരണത്താൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ എഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. So in verse 4 it says, "Therefore we were buried with him through baptism into death, that just as Christ was raised from the dead by the glory of the Father, even so we also should walk in the newness of life." അഞ്ചാം വാക്യത്തിൽ പറയുകയാണ്, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. In verse 5 it says, "For if we have been united together in the likeness of his death, certainly we also shall be in the likeness of his resurrection." ആറാം വാക്യത്തിൽ പറയുകയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പഴയ പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്നു നാം അറിയുന്നു. In verse 6 it says, "Knowing this, that our old man was crucified with him, that the body of sin might be done away with, and we should no longer be slaves of sin." അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. ഏഴാമത്തെ വചനം. So verse 7 says, "For he who has died has been freed from sin." പുതിയ നിയമ വിശ്വാസികൾ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്ന മേഖല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തെ ജയിക്കാൻ കഴിയുന്നില്ല, ജഡമനുഷ്യനെ ജയിക്കാൻ കഴിയുന്നില്ല. The main struggle for the New Testament Christians is that they're not able to overcome sin, or they're not able to overcome the old man. പക്ഷെ ഇവിടെ പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. But here Paul is telling that the old man has been crucified with Christ. നമുക്ക് ആദമിൽ നിന്ന് ജനിച്ചപ്പോൾ ആദമിന്റെ പാരമ്പര്യമായിട്ട് നമ്മളിലേക്ക് വന്ന ആ ഒരു പ്രകൃതത്തെയാണ്, ആ പഴയ ജഡ സ്വഭാവമുള്ള മനുഷ്യനെയാണ് നമ്മൾ സ്നാനപ്പെടുമ്പോൾ, വെള്ളത്തിൽ മുങ്ങുമ്പോൾ
അവിടെ നമ്മൾ ക്രൂശിക്കുകയാണ്. So the old man which we have got from the generation of Adam, this is being dead, or this is being like crucified by this action of baptism, by immersing ourselves under water. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ ജഡ മനുഷ്യനെ ഞാൻ ക്രൂശിച്ചു, ഇനി ഞാൻ എന്നിൽ ആദമിന്റെ ആ വീഴ്ചയുള്ള പ്രകൃതമില്ലെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. But most of the time we don't realize that even though we have been coming out of the water, we don't realize that our old man has been dead in baptism. ആദമിന്റെ നേച്ചർ എന്നിൽ നിന്ന് മാറിപ്പോയി. So the nature of Adam has been removed once we get baptized. ബൈബിൾ പറയുന്നു, നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കേണ്ടതാകുന്നു. So it says in the Bible, like how we were formed by the earthly appearance, we are also supposed to have that spiritual appearance. മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ നമുക്ക് നമ്മൾ ധരിച്ചത് കൊണ്ടാണ് ആ മണ്ണ് കൊണ്ടുള്ളവന്റെ സ്വഭാവം, വീഴ്ച പറ്റിയവന്റെ സ്വഭാവം എന്നിലേക്ക് ആ പാപപ്രകൃതം, നമ്മൾ പാപം ചെയ്ത് പാപികളായതല്ല, പാപി ആയതുകൊണ്ട് നമ്മൾ പാപം ചെയ്തതാണ്. So we are doing sin because we were sinners and we were formed in that statue which was made of clay. പക്ഷേ സംഭവിച്ചത് ഒടുക്കത്തെ ആദമായ യേശു ക്രിസ്തു പാപത്തെ പരിപൂർണമായിട്ട് ജയിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് അവന്റെ എന്താ പറയുന്നത് ആ പ്രകൃതം സ്തോത്രം, അല്ലെങ്കിൽ അവന്റെ ആ സ്വഭാവം നമ്മളിലേക്ക് പകരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So Jesus, that is the new Adam, he has overcome this sin and he has given us this new nature. Praise the Lord. അപ്പം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ അകത്ത മനുഷ്യന്, ആത്മ മനുഷ്യന് സ്തോത്രം ഇപ്പോ യേശു ക്രിസ്തുവിനെ പോലെ അവൻ സൃഷ്ടിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറായി പറഞ്ഞാൽ, ആദമിൽ മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവ് ക്രിസ്തുവിൽ ദൈവാനുരൂപമായി ഇപ്പോൾ അവൻ നമ്മുടെ അകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. So the inner man has been created through Jesus Christ, even though the older man, the physical man, is related to Adam. ആമേൻ. പക്ഷേ പിശാച് നിങ്ങളോട് പറയും, നീ ഇപ്പോഴും ആ പഴയ പ്രകൃതത്തിലാണ്, നിനക്ക് പാപത്തെ എല്ലാം ഒന്നും ജയിക്കാൻ പറ്റത്തില്ല, എങ്ങനെയൊക്കെ വീഴ്ച സംഭവിക്കാം. ഹല്ലേലൂയ. ഇത് പിശാച് നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വലിയ സ്തോത്രം ചിന്തയാണ്. നമ്മളെ ആ പഴയ നേച്ചർ മാറിയിട്ടില്ല എന്ന് നമ്മളെ ഇപ്പോഴും ആ ഒരു ബോധ്യത്തിലാണ് നമ്മളെ ജീവിപ്പിക്കാൻ. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ആ നേച്ചറാണ് എന്നിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അസാധാരണമായ ഒരു ആത്മതലത്തിൽ ജീവിക്കുമെന്ന് പിശാചിന് അറിയാം. So Satan knows that if we recognize that we have the inner spiritual man as Christ, we will get into that righteous life. So he is trying to put that questions into us, that even though like we are living a Christian life, we can fall into sin. He's putting that doubt inside us. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകത്തില്ല. എഫെസ് ലേഖനത്തിൽ തന്നെ ഒരു വചനം പറയുകയാണ്. അതിന്റെ സ്തോത്രം ഹല്ലേലൂയ, 4-ാമത്തെ അധ്യായം അതിന്റെ 20-22 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. കണ്ടോ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യൻ, അതാരാ? പഴയ സ്വഭാവമുള്ള മനുഷ്യനെ ഉപേക്ഷിച്ച് നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിൽ, കണ്ടോ, നീതിയിൽ വിശുദ്ധിയിൽ ദൈവാനുരൂപമായി ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെയാണ് നാം ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്. നമ്മുടെ അകത്ത മനുഷ്യൻ സത്യത്തിലും നീതിയിലും ദൈവത്തെ പോലെ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം.
So in Ephesians chapter 4, verses 22 to 24, it says in the 24th verse that we have put on the new man, which was created according to God, and this is in true righteousness and holiness. എല്ലാം പറഞ്ഞോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ദൈവാനുരൂപമായ ആ ഒരു പ്രകൃതമാണ് എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. So we have got that godly nature which is in true righteousness and holiness through this putting this new man in. പ്രൈസ് ദി ലോർഡ്. അപ്പോ ക്രിസ്തുവിനെ ധരിച്ച് അപ്പോ ഒരു ആത്മമണ്ഡലത്തിന്റെ പിക്ചർ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. So we must have a picture about the spiritual realm here. നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണ് ഇനി സഞ്ചരിക്കുന്നത്. ആത്മമണ്ഡലത്തിലാണ് നടക്കുന്നത് നമ്മൾ. So when we are baptized, we are wearing that Christ inside us and we are walking in the spiritual realm. അപ്പൊ നിങ്ങളൊരു ദേശത്തുകൂടെ നടക്കുമ്പോൾ പൈശാചിക ശക്തികൾ നിങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. So when you are walking through a street, the demonic forces there are getting frightened by you. ആമേൻ, സ്തോത്രം. നിങ്ങളൊരു ഭവനത്തിൽ കാലെടുത്ത് ചവിട്ടിയാൽ അവിടെ ചില പ്രവൃത്തികൾ സംഭവിക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല. So when you step your feet into a person's house, there is the power of God happening inside us. But അതുകൊണ്ടാണ് പറയുന്നത് സുവിശേഷം അറിയിക്കുന്നവരുടെ കാലുകൾ എത്ര മനോഹരമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. So it is said that the people who preach the gospel, their feet is so beautiful. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഭവനങ്ങൾ സന്ദർശിക്കണം, വ്യക്തികളെ കാണണം, അവരോട് സംസാരിക്കണം, സുവിശേഷം പറയണം. ആമേൻ, സ്തോത്രം എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തിയാണ് അവരിലേക്ക് വ്യാപരിക്കുന്നത്. So we must go to meet people, we must share the gospel, because when we share the gospel, the power of the kingdom of God is working there. ആമേൻ, സ്തോത്രം. അപ്പോൾ ആമേൻ, ആദിമ നൂറ്റാണ്ടിലെ ആളുകൾ ഈ സുവിശേഷം കൊണ്ട് ആ ദേശത്തെ മുഴുവൻ നിറച്ചു എന്നാണ് പരീശന്മാർ അവരെ കുറിച്ച് പറയുന്നത്. ഈ ദേശം മുഴുവൻ നിറച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീടാന്തരം കയറി ഇറങ്ങി അവർ സുവിശേഷം പറഞ്ഞു എന്നാണ് ബൈബിളിൽ വായിക്കുന്നത്. So in the Bible it says that the former Christians, they had gone into each houses and they were preaching the gospel, and this was reported by the Pharisees. ഈ ഒരു വെളിപ്പാടിന്റെ തലത്തിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദേശാധിപതി ശക്തികൾക്ക് പിന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ദൈവരാജ്യത്തിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നതും എന്നൊരു ആ വെളിപ്പാട് നിങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ ശക്തി നിങ്ങൾ ഇത് ചലിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. So when we have this revelation that we are having the kingdom of God inside us and we are wearing Christ, the demonic forces wouldn't be able to resist us when we are sharing the gospel. ദൈവമക്കളെ, നമ്മൾ ഇനി പഴയ ഒരു പോരാട്ടം, ബന്ധനം അങ്ങനെയൊക്കെ പറഞ്ഞ് സ്തോത്രം, അത് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊരു അന്ത്യകാലമാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, ലോകത്തിലെ ഓരോ സംഭവങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു അന്ത്യ കാലഘട്ടമാണ് നമ്മൾ സ്തോത്രം അടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ സ്തോത്രം ഈ ദേശത്തിൽ പോലും ചിലത് നടക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കും, എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ബോധ്യം എന്ന് പറയുന്നത്, ഈ ഹാമാൻ രേഖ എഴുതിയത് ഒരൊറ്റ മൊർദെഖായിക്ക് എതിരായിട്ട് ചിന്തിച്ചത് കൊണ്ടാണ്. അവന്റെ ജാതിയെ മുഴുവൻ നശിപ്പിക്കണമെന്ന് ഹാമാൻ ചിന്തിച്ചത്, അതിനെതിരായിട്ട് രേഖ എഴുതിയത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ജാതിയെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ അവൻ പദ്ധതി ഒരുക്കിയത്. എന്തുകൊണ്ടാണ് ഈ ദേശത്ത് ചില പ്രശ്നങ്ങൾ? ഇതിന് പിന്നിൽ പിശാചിന്റെ സ്തോത്രം ചില പദ്ധതികളുണ്ട്. കാരണം ഈ ദേശത്ത് ഉണർവ് നടക്കും എന്ന് പിശാചിന് അറിയാം. അതിനെതിരായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നവരെ ഇവിടെ നിർത്തരുതെന്ന് ഉള്ള പൈശാചിക പദ്ധതി നമ്മൾ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയണം. So tonight we must recognize that because there is a potential revival in the city, that currently the situation of the city is going worse day by day. So Satan knows that and he's trying to put this, but as children of God, we must recognize that the revival is going to happen and we must pray in spirit for the city. Praise the Lord. പക്ഷേ സ്തുതിക്കുന്നവനെ ജയിക്കുവാൻ ഹാമാന്റെ ഭാര്യ പറഞ്ഞതുപോലെ അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിലും സ്തുതിക്കുന്ന നമ്മളെ പരാജയപ്പെടുത്തുവാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രിയിലും ഗ്രഹിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I would like to praise God for people who realize that those who praise the Lord, no evil forces can resist them, similar to how Haman plotted against Mordecai to destroy him and the Jews, and he was defeated like that. If we praise God, God will work for us in the city.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആത്മമണ്ഡലത്തിന്റെ വെളിപ്പാടിൽ സഞ്ചരിക്കണം. ഉണർവ് ആമസ്ത്രം നമ്മുടെ മേൽ വ്യാപരിക്കണം. സഭകളുടെ മേൽ, ദേശങ്ങളുടെ മേൽ ആ ഉണർവിനെ അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനത്തെ ഒരു ആത്മമണ്ഡലത്തിൽ നാം ചലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. So God is deciding to put that spiritual revival on us, our churches and our cities, and we must, in order to have that, we must walk in the spiritual realm. ആമേൻ. ദൈവത്തിന് വേണ്ടി അസാധാരണമായ കാര്യങ്ങളെ ചിന്തിക്കുവാനും അസാധാരണമായ കാര്യങ്ങളെ പ്രവർത്തിക്കുവാനും അവൻ സ്റ്റെപ്പുകൾ, വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ വയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. We must be taking that steps of faith in order to do that extraordinary things for the Almighty God. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് ഇവിടെ പൗലോസ് പറയുന്നത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആമേൻ 6-ാം അധ്യായം, റോമർ 6-ാം അധ്യായത്തിൽ വായിച്ചത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. Verses 7. So Romans chapter 6 verses 7 says, "For he who has died has been freed from sin." ആമേൻ, ഹല്ലേലൂയ. അപ്പോ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നേടിയ ജയം എന്റെയും നിങ്ങളുടെയും ജയമാണ്. So the victory gained by Jesus Christ on the cross is the victory of us. കാരണം ഹല്ലേലൂയ, ബൈബിൾ പറയുന്നു, അനാദികാലം മുമ്പേ ദൈവത്തിന്റെ പരമഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു സഭ എന്ന് പറയുന്നത്. അതൊരു വെളിപ്പാടാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചപ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തുവിലുണ്ടായിരുന്നു. So church was the foreknowledge of God, and it was a revelation. The mystery of God. The mystery of God. Yeah, 2000 years ago when Jesus died on the cross, അവൻ അങ്ങനെ മരിച്ചപ്പോൾ ഞാനും നിങ്ങളും അവനിലുണ്ടായിരുന്നു. So when Jesus died 2000 years ago on the cross of Calvary, we were there with him. ആമേൻ. അപ്പൊ അവൻ നേടിയ ആ ജയം, അവൻ നേടിയ ആ ജയം എന്റെയും നിങ്ങളുടെയും ജയമാണ്. So that victory which he gained at the time of his death is the victory of us all. യേശുക്രിസ്തു മരിച്ചു, ഹല്ലേലൂയ. യേശുക്രിസ്തു അടക്കപ്പെട്ടു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമ്മളും അവൻ സ്നാനപ്പെട്ടപ്പോൾ അവനോടുകൂടെ അവൻ മരിച്ചു. നമ്മൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അടക്കപ്പെട്ടു. നമ്മളും എന്ത് ചെയ്തു? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ അവൻ നേടിയ അതേ ജയം അവൻ ഇന്ന് രാത്രിയിൽ ചെറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So like how Jesus was died, buried and resurrected, we are also died and buried underwater in the act of baptism, and we are resurrected in order to have the newness of life. Praise the Lord. Hallelujah. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, 9-ാമത്തെ വചനം പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവൻ എന്നിട്ട് പറയുകയാണ്, പൗലോസ് പറയും, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവിന് ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. So in verses 9 to 11 it reads, knowing that Christ have been raised from the dead, dies no more. Death no longer has dominion over him. For the death that he died to sin once for all, but the life that he lives to God. Likewise, you also reckon yourselves to be dead indeed to sin, but alive to God in Christ Jesus our Lord. Praise the Lord. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. So Paul is telling that if we have died in Christ, we believe that we also shall live with him. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. So in verse 12 it says, let not the sin reign in your mortal body. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പീൻ. In verse 13 it says, and do not present your members as instruments of unrighteousness to sin.
but present yourselves to God as being alive from death, and your members as instruments of righteousness to God. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആയുധം പിശാചിന്റെ കയ്യിൽ ഒരു ആയുധങ്ങളുമില്ല. So there are no instruments with Satan. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ പിശാചിന്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സർവ്വ ആയുധ വർഗം വെപ്പിച്ചു യേശു ക്രിസ്തു. So on the cross he has put all the armor of God. അവന് ഇനി തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. So Satan has no instruments or any armor. He's just got that tactics. അവന് തന്ത്രമുണ്ട്. നിങ്ങളിൽ ഭയം കൊണ്ടുവരിക, ആകുലതകൾ കൊണ്ടുവരിക, മരിച്ചു പോകുമെന്ന ചിന്തകൾ കൊണ്ടുവരിക, എന്താ പറയുന്നത്, ഒന്നും നടക്കത്തില്ലെന്നുള്ള ചിന്തകൾ കൊണ്ടുവരിക. ഇതൊക്കെയാണ് പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. So the tactics of devil is that he's trying to bring anxiety, worries, depression, hopelessness inside you. അതിനോട് നമ്മൾ പ്രതികരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ we must not react to all that. ഈ ആയുധം നഷ്ടപ്പെട്ട പിശാച് ചെയ്തത് എന്താണെന്നറിയാമോ? നമ്മുടെ അവയവങ്ങളെ അവന്റെ ആയുധങ്ങളാക്കി. So what this armor which he had lost, so he's trying to use the ones of us. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അവയവങ്ങൾ പിശാചിന്റെ ആയുധങ്ങളായിരുന്നു. ഈ നാവ് കൊണ്ടാണ് നമ്മൾ മോശമായ കാര്യങ്ങൾ സംസാരിച്ചത്, നെഗറ്റീവായി സംസാരിച്ചത്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത്. So before being baptized or receiving Christ, the instruments like our tongue, for example, we have spoken a lot of bad things using our tongue, and Satan used this as his instrument. അവൻ നമ്മുടെ കരങ്ങളെ ഉപയോഗിച്ചു, അവൻ നമ്മുടെ കാലുകളെ ഉപയോഗിച്ചു, ഹല്ലേലൂയ, നമ്മുടെ ചെവിയെ ഉപയോഗിച്ചു. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ ഇനി അനീതിയുടെ ആയുധങ്ങളായി അവൻ പാപത്തിന് സമർപ്പിക്കരുത് എന്ന് ഇവിടെ പറയുകയാണ്. So in this verse it says that we must not present our members as instruments of unrighteousness, like how Satan used our ears, our hands and our legs. ഒരിക്കൽ ഇത് നമ്മൾ ഉപയോഗിച്ചതാണ്. പക്ഷെ ഇനി നിങ്ങൾ സ്തോത്രം, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ടതാണ്, നിങ്ങൾ കർത്താവിനോട് ചേരാൻ സ്നാനപ്പെട്ടവരാണ്. ഇനി നിങ്ങൾ ഒരിക്കലും ഈ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. So it says that once we have got the salvation and once we are baptized, we must present our members as instruments of righteousness and not unrighteousness. ഇനി നമ്മുടെ നാവ് നെഗറ്റീവ് പറയാനായിട്ട് ഉപയോഗിക്കരുത് ദൈവമക്കളെ. We must, as children of God, we must never use our tongue to say negative things. നമ്മൾ പറയുന്ന നെഗറ്റീവ് വാക്കുകളാണ് പലപ്പോഴും ദൈവപ്രവൃത്തിയെ തടഞ്ഞു കളയുന്നത്. Most of the time it is the negative words from our mouth which is hindering the work of God in our lives. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ദൂതന്മാരുടെ ശുശ്രൂഷയെ പറ്റി ചിന്തിച്ചപ്പോൾ ദാനിയേലിനോട് ദൈവം പറയാം, ഞാൻ നിന്റെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം തന്നെ ഉത്തരം അയച്ചതാണ്. ഇതുപോലെ പല പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം അയച്ചതാണ്. പക്ഷെ നമ്മുടെ വാക്കുകൾ അതിനെ ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തി കളഞ്ഞു. നമ്മുടെ അവിശ്വാസം ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തി കളഞ്ഞു. So most of the time when we pray, we get the reply from God, as we discussed in the last message by Pastor on angelic ministry. So basically, but because of our unfaithfulness and because of our negative words, the work of God or the answer to our prayer has been hindered. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരിക്കൽ ഇത് നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന്റെ ആയുധങ്ങളായി പാപത്തിന്റെ സമർപ്പിക്കപ്പെട്ടപ്പോൾ പിശാച് ഉപയോഗിച്ചെങ്കിൽ നീതിയുടെ ആയുധങ്ങളായി നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കപ്പെടുമ്പോൾ എത്ര മടങ്ങ് അധികമായിട്ട് ഈ അവയവങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? So have you ever thought that this members of our body, if once we had given to sin and it was counted unrighteous, but if we have given this to God as righteous, how much more God would have used our members of our body for his glory. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ബന്ധനം മുറുകാതിരിക്കാൻ നിങ്ങൾ പരിഹാസികളാകരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു, ബന്ധനം മുറുകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്, മറ്റുള്ളവരെ പരിഹസിക്കരുത് എന്ന്, മറ്റുള്ളവരുടെ കുറ്റം പറയരുതെന്ന് ബൈബിളിൽ പറയുകയാണ്.
So it says in the word of God in Isaiah that in order not to strengthen or get your bondage more severe, we must not talk about others. പക്ഷേ നിങ്ങൾ നീതിയുടെ ആയുധമായി നാവിനെ ദൈവത്തിനൊന്ന് സമർപ്പിക്കുമ്പോൾ ഈ നാവിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിടുതലായിട്ട് ഈ ശബ്ദത്തെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? But can you believe that if you submit your tongue to God for as an instrument of righteousness, God can use that for the comfort of many people around us? ഹല്ലേലൂയ. ഈ നാവിലൂടെ അനേകരുടെ ബന്ധനം മുറുകുന്ന നമ്മൾ മുമ്പേ വായിച്ചെങ്കിൽ ബന്ധനങ്ങളെ അഴിക്കുന്ന അവൻ ദൈവശബ്ദം നിങ്ങളുടെ നാവിലൂടെ അധരത്തിലൂടെ വ്യാപരിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. So God has a purpose to use our tongue in order to break different bondages of many people. നിങ്ങൾ നോക്കുമ്പോൾ പോലും പൈശാചിക ശക്തികൾ ഇളകുന്ന തരത്തിൽ നിങ്ങളുടെ കണ്ണിൽ പോലും ദൈവശക്തി വ്യാപരിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? Can you believe that if we look at a person, the power of God which is inside us can break the bondages of different people and the evil spirits inside them? ഹല്ലേലൂയ. നിങ്ങളുടെ നിഴല് പോലും, പത്രോസിന്റെ നിഴല് പോലും, ഹല്ലേലൂയ, അവയവങ്ങളുടെ നിഴലിൽ പോലും ദൈവശക്തിക്ക് വ്യാപരിക്കാൻ കഴിയുമെങ്കിൽ അവൻ പൗലോസിന്റെ കർച്ചീഫിന്റെ മേൽ പോലും ദൈവത്തിന്റെ ശക്തിക്ക് വ്യാപരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് വേണ്ടിയിട്ടൊന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? അവൻ ദൈവശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ അവയവങ്ങളുടെ മേൽ അവൻ യെശയ്യാവിന്റെ നാവിനെ തൊട്ടതുപോലെ ദൈവം ചിലരുടെ നാമൻ അധരങ്ങളെ സ്പർശിക്കാൻ പോകുകയാണെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുകയാണ്. So pastor is believing that if we submit our tongue unto Lord for the as righteous elements, God is going to use that for the blessing of many, like how he used the tongue of Isaiah for the blessing. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവേ, ഈ നാവ് കൊണ്ട് ഞാൻ ആരുടെയും കുറ്റം പറയത്തില്ല. ഹല്ലേലൂയ. ഈ ചെവി കൊണ്ട് ഞാൻ ആരുടെയും കുറ്റം കേൾക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ഞാൻ ദൈവത്തിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ പറയുക, അവൻ നിന്റെ നാവിനെ ഞാൻ തീയാക്കും, ഈ ജനത്തെ ഞാൻ വിറകാക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം നിങ്ങളുടെ ആധരത്തെ തീയാക്കാൻ വേണ്ടി പോകുക. നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ തീ, അവൻ, ഹല്ലേലൂയ, അഗ്നി, അവൻ വ്യാപരിക്കത്തക്കവണ്ണം, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കത്തക്കവണ്ണം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So I would like to thank people who believe that when we give our tongue as an instrument to God, he will use that as fire and the people around us as wood, and it's going to burn with the power of the Holy Spirit and the power of anointing which proceeds out of the mouth. ബൈബിൾ പറയുകയാണ്, നിങ്ങൾ 14-ാം വാക്യത്തിൽ നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കിപ്പോൾ അധീനരായിരിക്കിയാൽ പാപം നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വം നടത്തുകയില്ല. ആമേൻ, ഹല്ലേലൂയ എന്ന് ദൈവവചനം പറയുകയാണ്. So the word of God says in 14th verse, for you are not under law but under grace, and sin shall not have dominion over you. Praise the Lord. Hallelujah. പാപത്തിന് ഇനി നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. For sin cannot have any dominion over us. കാരണം നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, നമ്മൾ ഇനി കൃപയുടെ കീഴിലാണ്. Because we are no longer under law but we are under grace. നമ്മൾ അതാണ് ഈ 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്. That is what we are reading in chapter 7. അവൻ ഇവിടെ പൗലോസ് ഒരു കാര്യം വിളിച്ചു പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആർ വിടുവിക്കും. ഏത് verse ആണ് pastor? Romans chapter 7 verse 24. Yeah. So it says in verse 24, "O wretched man that I am, who will deliver me from this body of death?" അവൻ ഒരുപാട് ആളുകൾ ഇത് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പൗലോസ് പോലും നിലവിളിച്ചു, എന്താ പറയുന്നത്, അരിഷ്ട മനുഷ്യനാണെന്ന് നിലവിളിച്ചപ്പോൾ നമ്മുടെയൊക്കെ കാര്യം എന്താണെന്ന്. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് തന്നെ ചിത്രീകരിക്കുന്ന ന്യായപ്രമാണത്തിന് അധീനനായ, അഥവാ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകളാണ്, 5 പുസ്തകങ്ങളായി കൊടുത്ത അതിന് അധീനനായ പഴയ നിയമത്തിലെ ഒരു മനുഷ്യന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ആര് നിൽക്കുന്നത്? പൗലോസ് നിൽക്കുന്നത്. എന്നാൽ പാപത്തെ ജയിച്ച് ജയാളിയായിട്ട് നിൽക്കുന്ന അവൻ പുതിയ നിയമ വിശ്വാസിയായ ഒരാളെ കുറിച്ചാണ് റോമർ 8-ാം അധ്യായം തുടങ്ങുന്നത്. അതിന്റെ അവസാനം തന്നെ നമുക്കത് വായിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. അവൻ അതിന്റെ 8-ന്റെ ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അവൻ അവിടെ 8-ാം അധ്യായത്തിൽ അവൻ പാപ സ്വഭാവത്തെ ജയിച്ച് ആത്മാവിനാൽ ജയകരമായി ജീവിക്കുന്ന ഒരു ജീവിതത്തെ പറ്റി പൗലോസ് പറയാം. അപ്പോൾ 7-ാം അധ്യായം നമ്മൾ തിരിച്ചറിയണം.
ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പൗലോസ് തന്നെ ചിത്രീകരിക്കുന്നത്. So in the 7th chapter, Paul is representing himself as a man of the Old Testament. But from chapter 8, verse 1 onwards, it talks about a new man, which is representing the New Testament church, which is no longer under the law of commandments. ഇവിടെ നമ്മുടെ മുമ്പിൽ സമയമില്ല, എന്നാൽ ഞാൻ ഇത് ചില കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും 7-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയാത്തവരോടല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? So in chapter 7, verses 1, it says, do you not know, brethren, for I speak to those who know the law, that the law has dominion over a man as long as he lives. ഭർത്താവ് ഉള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. So for a woman who has a husband who is bound by the law to husband as long as he lives, but if the husband dies, she is released from the law of her husband. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ ഒരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രരാകുന്നു. So if then, while her husband lives, she marries another man, she will be called an adulteress. But if her husband dies, she is free from that law, and so that she is no longer adulteress. അതുകൊണ്ട് സഹോദരന്മാരെ, 4-ാം വചനം പറയുകയാണ്, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവൻ ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. So verses 4 says, therefore, my brethren, you also have become dead to the law through the body of Christ, that you may be married to another, to him who was raised from the dead, that we should bear fruit to God. ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ സംസാരിച്ചാണ്, ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ത്രീയോടാണ് ഇത് ഉപമിച്ചിരിക്കുന്നത്. എന്താ പറയുന്നത്, ന്യായപ്രമാണത്തിന് അധീനനായിരിക്കുന്ന ഒരു വ്യക്തിയെ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, എൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ, അവൾ പാപം എന്ന് പറയുന്ന വീട്ടിലാണ് താമസിക്കുന്നത്. അവൾക്ക് അവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അവളൊരു പുരുഷനെ കണ്ടെത്തുന്നു. ആ പുരുഷന്റെ പേര് ന്യായപ്രമാണം എന്നാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്നു. ഹല്ലേലൂയ. വിവാഹം, ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്താലും ഏതെങ്കിലും ഒരെണ്ണത്തിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റുന്നതിന് തുല്യമാണ് നമ്മൾ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Okay, so pastor is relating this to a story that a lady is living in a house and it is called sin, and she's marrying a man who is called the law of commandments. And the thing is, if we are violating one commandment, it is equivalent to violating all the other commandments. Praise Lord. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം തന്നെ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം, ഒരു കാര്യം പറയുകയാണ്. നാളെ എനിക്ക് അതിരാവിലെ ബെഡ് കോഫി കുടിക്കുന്ന ഒരു പതിവുണ്ട്. 5 മണിയാകുമ്പോൾ എന്നെ ഉണർത്തിയിട്ട് ബെഡ് കോഫി തരണമെന്ന് പറയുകയാണ്. ഈ സ്ത്രീ എന്ത് ചെയ്തു, രാവിലെ തന്നെ അലാറം വെച്ച് ഉണരുന്നു, എഴുന്നേൽക്കുന്നു, ഒരു ബെഡ് കോഫി കൊടുക്കുന്നു. പക്ഷേ കൊടുക്കുമ്പോൾ 5-1 കിട്ടിയ ആദ്യത്തെ അടി. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഓരോരോ തെറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്തു, അതിനുള്ള ശിക്ഷ അപ്പപ്പ കിട്ടി. ഈ സ്ത്രീയുടെ ജീവിതം ആകെ ദുസ്സഹമായി തീർന്നു. So if that the husband, which is the law of commandments, wants a bed coffee at 5 a.m. in the morning, and if this lady is getting up and unfortunately if she's giving at 5:01, then she's violating that commandment, and one by one it is heaping into a lot of commandments, and she's struggling here. നിങ്ങൾ ഓർത്തു നോക്കണം, ആ കാലഘട്ടത്തിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച 20 വയസ്സിന് മുകളിലുള്ള 6 ലക്ഷം പേരിൽ 5,99,998 പേരും മരുഭൂമിയിൽ പട്ടുപോയി. അല്ലാതെ 2 പേരൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും ഹല്ലേലൂയ മരുഭൂമിയിൽ ഈ പ്രമാണം മുഖാന്തരം എന്ത് ചെയ്തു, അവൻ പട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So there were about 6 lakh people above the age of 20 years when the people of Israel departed from the land of Egypt. And it is said that apart from 2 people who were alive and reached the promised land, the remaining people was destroyed in that desert. ഈ പ്രമാണം ലഭിച്ച ദിവസം തന്നെ 3000 പേർ പട്ടുപോയി.
So 3,000 people were dead when this law of commandments was received. അമ്മ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ത്രീയെ അമ്മ സ്തോത്രം യേശുക്രിസ്തു എന്ന 10,000-ങ്ങളിൽ സുന്ദരനെ കാണുന്നത്. So that is when this lady is meeting Jesus Christ. ആമേൻ സ്തോത്രം. അപ്പോൾ ഇവക്ക് ഈ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ആമേൻ ഈ ഭർത്താവ് ഇവിടെ ഒരു പ്രമാണം കണ്ട് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വേറൊരാൾക്ക് ആയിക്കഴിഞ്ഞാൽ അത് അവൾ വ്യഭിചാരിണി എന്നൊരു നിയമം ഇവിടെ ഉണ്ട്. അവൻ സ്തോത്രം. ഈ ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറത്തില്ല. ഹല്ലേലൂയ. പക്ഷെ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. So verse 4 says, therefore my brethren, you also have become dead to the law through the body of Christ, that you may be married to another, to him who was raised from the dead, that we should bear fruit to God. നമുക്കറിയാം ഈ ന്യായപ്രമാണത്തെക്കാൾ കുറച്ചുകൂടെ കട്ടിയുള്ള നിയമം ഇതിനകത്താണെന്ന് അറിയാമോ? പുതിയ നിയമത്തിലാണ്. So the law which is more stringent than the law of commandments is the commandments in the New Testament. കൊല ചെയ്താലേ ഒരു വ്യക്തിയെ അക്ഷരികമായി കൊന്നെങ്കിലേ അത് കൊലയാകത്തുള്ളൂ. So according to the law of commandments, if a crime or a murder is only when it is committed. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നത് കോപിക്കുന്നവൻ കുലപാതകൻ എന്നാണ് സ്തോത്രം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, പുതിയ നിയമത്തിലെ പ്രമാണം. But according to the New Testament, it says that if a person is getting angry, it is equivalent to creating a crime or committing a crime. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്താലേ അത് വ്യഭിചാരമാകത്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവനെല്ലാം അവളുമായി വ്യഭിചാരം ചെയ്തു എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. So in Old Testament, if a person is committing adultery in the real situation, is doing that, is violating that. But in the New Testament, if a person is looking at a lady in a very lustful way, it is equivalent to committing adultery with her. അപ്പോൾ ഞാൻ പറഞ്ഞത് പുതിയ നിയമം ഒന്നുകൂടെ കട്ടിയായിട്ടുള്ള ഉപദേശമാണ് പറഞ്ഞിരിക്കുന്നത്. So in the New Testament, this is more strict. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 5 മണിക്ക് ബെഡ് കോഫി, പഴയ നിയമത്തിലെ കാര്യത്തിൽ പറഞ്ഞാൽ, ന്യായപ്രമാണത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇതിവിടെ പറയാൻ 4 മണിക്ക് ബെഡ് കോഫി വേണമെന്ന് പറയുകയാണ്. So when comparing to the law of commandments, it is like telling that I need coffee at 4 o'clock, the New Testament. പക്ഷെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? But do you know what is happening? ഈ 4 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 3:45 ആകുമ്പോൾ ആര് വിളിച്ചുണർത്തുമെന്ന് അറിയാമോ? യേശുക്രിസ്തു അല്ലെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചുണർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ആ കോഫി വെക്കുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ടേസ്റ്റായിട്ട് അത് ഉണ്ടാക്കുവാൻ, എൻ്റെ ഭാഷ പറയുകയാണെ, അത് അവൻ പ്രിപ്പയർ ചെയ്യുവാൻ സഹായിക്കും. അത് ഒരുക്കുവാൻ നമ്മളെ. ഇതുപോലെയാണ് പഴയ നിയമവും പുതിയവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. ഇതേ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. So in the New Testament, it is that we will be helped by Christ and Holy Spirit to make that bed coffee at 3:45 when we are supposed to give at 4 o'clock. And this is an exact example of relating this to the old law of commandments and to the New Testament church. പഴയ നിയമത്തിൽ പറഞ്ഞത് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, പക്ഷെ അത് ചെയ്യാതിരിക്കാനുള്ള ശക്തി എൻ്റെ മേൽ പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ന്യായപ്രമാണത്താൽ ഇല്ലായിരുന്നു. So when in the law of commandments, when it was said that you are not supposed to do something, that person didn't have that power in order to resist it. ഇവിടെ താപ്പോട്ട് നമുക്കെല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, പൗലോസ് പറയുക. പക്ഷെ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. So Paul is telling that I want to do good things, but most of the time I'm doing the bad things. ഇന്നും നമ്മുടെ പ്രശ്നം ഇതല്ലേ, പലപ്പോഴും നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹം, നമുക്ക് തെറ്റ് ചെയ്യണമെന്നോ നമുക്ക് പാപം ചെയ്യണമെന്നോ ഒരാഗ്രഹവും ഇല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മയാണ് നമ്മളിൽ നിന്ന് വരുന്നത്. So it's the same thing with us as well. Most of the time we desire that we do good things, but unfortunately sometimes we do bad things as well. പൗലോസ് അവിടെ താഴ്പോട്ട് പറയുന്നത് അതുകൊണ്ടാണ്. ആകയാൽ നാം എന്ത് പറയണം? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്. ഹല്ലേലൂയ. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ, 7-ാം വാക്യം ഞാൻ വായിക്കുന്നത്, ഞാൻ പാപത്തെ അറിഞ്ഞില്ല, മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയത്തില്ലായിരുന്നു. So verses 7 it says, what shall we say then? Is the law sin? Certainly not. On the contrary, I would not have known sin except through the law. ഇപ്പൊ മാതാപിതാക്കൾ എവിടെയെങ്കിലും പോകുമ്പോടാ
ആ അലമാരി തുറക്കരുതെന്ന് പറഞ്ഞ പിള്ളേരോട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. അത് പറഞ്ഞില്ലായിരുന്നെ കുഴപ്പമില്ലായിരുന്നു. തുറക്കരുതെന്ന് പറഞ്ഞാലോ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ അപ്പൊ ഇവിടെ ന്യായപ്രമാണം മോഹിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ പൗലോസ് പറയാം, ഞാൻ മോഹത്തെ അറിയത്തില്ലായിരുന്നു. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞപ്പോഴാണ് അതെന്തായിട്ട് മാറിയത്, പാപമായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോ അടുത്ത വചനം പറയുന്ന, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകല മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. For I would not have known covetousness unless the law had said, you shall not covet. But sin, taking opportunity by the commandment, produced in me all manner of evil desire. അവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ താപ്പോട്ട് വായിച്ചു നോക്കുക. ഹല്ലേലൂയ. അവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പാപമോ 8-ാം വാക്യത്തിൽ പറഞ്ഞു, അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെ ജനിപ്പിച്ചു. ന്യായപ്രമാണം ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഹല്ലേലൂയ, ന്യായപ്രമാണം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പാപിയാണെന്ന് മനസ്സിലായി. പക്ഷേ പാപത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും, ജയോത്സവമായ അല്ലെങ്കിൽ ജയകരമായ ഒരു ജീവിതം എങ്ങനെ ജീവിക്കും എന്ന് എനിക്ക് ആമസ്തുരം ഹല്ലേലൂയ ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്നില്ല. പക്ഷേ എന്നാൽ ഹല്ലേലൂയ എന്നാൽ 8-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ വായിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കണ്ടോ? In the law of commandments, most of the people, what happened was like they didn't know how to overcome the sin. But this is contrary to the New Testament that is read in Romans chapter 8 verses 1 and 2, that there is therefore now no condemnation for those who are in Christ Jesus, who do not walk according to flesh but according to spirit. For the law of spirit of life in Christ Jesus has made me free from the law of sin and death. Praise the Lord. Hallelujah. നിങ്ങൾ 7-ാം അധ്യായം 8-ാം അധ്യായവും നിങ്ങൾ വീട്ടിൽ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. You can read Romans chapter 7 and chapter 8. വേദപുസ്തകത്തിലെ വേദപഠിതാക്കൾ പറയുന്നത് ഏറ്റവും മഹത്വകരമായ അധ്യായം എന്ന് അറിയപ്പെടുന്നത് റോമാലേഖനം 8-ാമത്തെ അധ്യായമാണ്. So it is said that Romans chapter 8 is one of the most important and beautiful chapters. അതിനകത്തെ ഓരോ വചനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. It is because each and every verse in this chapter is very important. വളരെ പവർഫുൾ ആയിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ് റോമർ 8-ൽ സ്തോത്രം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So the Spirit of God has given powerful messages in these verses. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പൗലോസ് 8-ാം അധ്യായത്തിൽ ജഡത്തിന്റെ 3-ാം വാക്യത്തിൽ പറയാണ്, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് അവന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ എന്ന് അവൻ ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. So verses 3 and 4 it reads, for what law could not do in that was weak through the flesh, God did by sending his own son in the likeness of sinful flesh on the account of sin. He condemned sin in the flesh, that the righteous requirement of the law might be fulfilled in us, who do not walk according to the flesh, but according to the Spirit. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഈ ന്യായപ്രമാണം മുഴുവൻ അല്ലെങ്കിൽ ഈ നിയമം മുഴുവൻ പ്രമാണിച്ചാൽ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കൽപ്പനകൾ 1000-ഓളം, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ 1000-ഓളം കൽപ്പനകൾ പ്രമാണിച്ചാൽ നമുക്ക് ഇത് തരാമെന്ന്, ഉദാഹരണം പറയാണ്, ഇത് തരാമെന്ന് ദൈവം പറഞ്ഞെന്ന് സങ്കല്പിക്കുക. ന്യായപ്രമാണത്തിലെ നീതി ഇത് മുഴുവൻ പ്രമാണിച്ചിട്ട് ഇതൊരാൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ പറയുകയാണ്, അങ്ങനെ സാധിക്കാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചു. പാപത്തിന് മുഴുവൻ ശിക്ഷയും അവൻ ഏറ്റുവാങ്ങിയത് കൊണ്ട് ഇനി ബൈബിൾ പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ
ഈ അവൻ ന്യായപ്രമാണത്തിലെ മുഴുനീതിയും എൻ്റെയും നിങ്ങളുടെയും മേൽ, മുഴുവൻ അനുഗ്രഹങ്ങളും ദൈവം വെച്ച സകല ബ്ലെസ്സിങ്ങുകളും എൻ്റെയും നിങ്ങളുടെയും മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. So what was not achieved by following the law of commandments was achieved through Jesus Christ, who came and died on the cross, and through him we were granted the righteous when we follow the commandments. ദൈവമക്കളെ, ആത്മാവിൽ നടക്കാൻ തുടങ്ങണം, ആത്മാവിൽ ജീവിക്കണം. We must start to walk in spirit. ഹോളി സ്പിരിറ്റിൽ ഓരോ ദിവസം ഓരോ പ്രഭാതത്തിലും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യണം. Every morning we must welcome the Holy Spirit into our ആത്മാവ് lives. നടത്താത്ത ഒരു മേഖലയിലേക്കും ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കരുത്. We must not get into any step which is stopping by the Holy Spirit. ആത്മാവിനോട് ഒരു പ്രവാചകനെ വിളിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോട് ഹൃദയത്തിൽ തരുന്ന ബോധ്യങ്ങൾക്ക് അനുസരിച്ച് ഒന്ന് ചലിക്കാൻ തുടങ്ങി നോക്കിക്കേ. Just start walking unto the awakening given by the Holy Spirit inside us. നിങ്ങൾ ചോദിക്കും, ദേവദാസനെ എങ്ങനെയാ ഈ ആത്മാവിന്റെ ശബ്ദം നമുക്ക് മനസ്സിലാകുന്നത്? So many of you may ask, how can we hear this voice of the Holy Spirit? ദൈവാത്മാവും നമ്മുടെ ഹൃദയത്തിനകത്തെ പരിശുദ്ധാത്മാവിന്റെ ആ സന്തോഷവും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. So the Spirit of God and the happiness of the Holy Spirit inside us is connected. ആമേൻ. ആ സന്തോഷം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, സംസാരത്തിലേക്ക് നമ്മൾ പോകരുത്. So when we are not happy, we must not get into those kind of associations. ആ സന്തോഷവും ദൈവവചനവുമായിട്ട് നിങ്ങൾ സ്തോത്രം താരതമ്യം ചെയ്യണം. അല്ലെങ്കിൽ ആ സന്തോഷം ദൈവവചനത്തിൽ നിന്നുള്ളതാണോ എന്ന് നമ്മൾ നോക്കണം. So we must always analyze if that happiness is related to the word of God. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് തോന്നുവാണ് ഒരു കോള് വരുന്ന എടുക്കാൻ. അപ്പം ആത്മാവ് നമുക്ക് തരികയാണ്, ഹൃദയം പറയാം, നീ ഇപ്പൊ അത് എടുക്കണ്ട, ആ കോള് അവൻ എടുക്കണ്ട, നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അയ്യോ, ആളെന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചാടിക്കേറി എടുക്കും, നമ്മൾ സംസാരിക്കും, ഒരു 20 മിനിറ്റ് പോകും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആത്മാവിന്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ കാണത്തില്ല. ഹല്ലേലൂയ. ഇതുപോലെ പലപ്പോഴും സ്തോത്രം പലപ്പോഴും നമുക്ക് ആ ദൈവസാന്നിധ്യം മുറിഞ്ഞു പോകുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കണം, ആത്മാവിൽ നടക്കുവാൻ തീരുമാനമെടുക്കുക. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഓവർ ടു പാസ്റ്റർ.